ആലത്തൂർ പോലീസ് സ്റ്റേഷൻ ബെസ്റ്റ് പോലീസ് സ്റ്റേഷനായിട്ട് കിട്ടിയത് എൻ്റെ കഴിവ് കൊണ്ടൊന്നുമല്ല, നമ്മുടെ സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ ഉണ്ണികൃഷ്ണനും പിന്നെ അവിടെയുള്ള 45 പോലീസുകാരും കഠിനമായി അധ്വാനിച്ചതിൻ്റെ ഫലമായിട്ട് കിട്ടിയിട്ടുള്ളതാണ്. അതിന് ഞങ്ങൾക്കൊന്നും വലിയ പങ്കില്ല. അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ പിന്തുണ എന്നും ഉണ്ടാകുമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. പക്ഷേ അവരെല്ലാം സ്വയം ചെയ്തതാണ്. അതിലെനിക്ക് പ്രത്യേകിച്ച് പങ്ക് എനിക്കില്ല എന്ന് ഞാൻ വിനീതമായി അറിയിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും അത്ഭുതങ്ങൾ സംഭവിക്കാം, പ്രത്യേകിച്ച് ഈ കാലത്ത്. ഇന്ന് രാവിലെ അങ്ങനൊരു സംഭവം എനിക്കുണ്ടായി. കാരണം പട്ടാമ്പിയിലുള്ള എൻ്റെ ഒരു സുഹൃത്ത് ഒരു കല്യാണക്കുറിയുമായിട്ട് വന്നു. അതിൽ നോക്കി, അപ്പോൾ അവർ അത്ഭുതത്തോടുകൂടി, ഞാൻ ഈ കല്യാണക്കത്തിൽ നോക്കിയപ്പോൾ അവർ അത്ഭുതത്തോടുകൂടി എന്നോട് ചോദിച്ചു, സാറിനൊന്നും ചോദിക്കാനില്ല? ഞാൻ പറഞ്ഞു, ഒന്നും ചോദിക്കാനില്ല. ഞാൻ മുഴുവൻ വായിച്ചു നോക്കാം, ആ കല്യാണക്കുറി ഞാൻ വായിച്ചു. അതിലൊന്നും പ്രത്യേകതയില്ലേ? ആണിൻ്റെയും പെണ്ണിൻ്റെയും പേരൊക്കെ നോക്കുക. ഞാൻ പറഞ്ഞു, നോക്കി, ഒന്നും തോന്നുന്നില്ല, എനിക്കൊന്നും തോന്നുന്നില്ല. കാരണം ഞാൻ മതതീവ്രവാദി അല്ലാത്തതുകൊണ്ട് എനിക്കതിലൊന്നും തോന്നിയില്ല. കാരണം അതിൽ എഴുതിയിരിക്കുന്നത് ലിയാഖത്ത് വെഡ്സ് ഹർഷ എന്നായിരുന്നു. ഹർഷ എന്ന് പറയുന്നത് പട്ടാമ്പി മുൻ ഏരിയ സെക്രട്ടറി വിനയേട്ടൻ്റെ മകളാണ്. അപ്പോൾ അദ്ദേഹം ഒരു ലെറ്റർ എനിക്ക് കൊടുത്തയച്ചതാണ്. അതിലേക്ക് വളരെ സന്തോഷം. അത് ഏത് പള്ളിയിലും അമ്പലത്തിലും വെച്ചല്ല കല്യാണം, അതൊരു ഓഡിറ്റോറിയത്തിൽ വെച്ചൊരു കല്യാണം. അത് കണ്ടപ്പോൾ കുറച്ചുകൂടി സന്തോഷമായി. അപ്പോൾ അങ്ങനെ ഈ മതം വിറ്റ് ജീവിക്കുന്ന കുറേ ആൾക്കാർക്കിടയിലും, അല്ലെങ്കിൽ നമ്മളൊരു കല്യാണം കഴിക്കുകയാണെങ്കിൽ ആ കുട്ടി എൻ്റെ മതത്തിലേക്ക് വരണമെങ്കിൽ, അല്ലെങ്കിൽ ഈ പയ്യൻ ആ മതത്തിലേക്ക് പോകണം എന്നതിനേക്കാൾ ഉപരി ചിന്തിക്കുന്ന ഒരു യങ് ജനറേഷൻ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് വലിയൊരു സന്തോഷമായി തോന്നിയത്. പിന്നെ നമ്മൾ മനസ്സിലാക്കാത്തൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളെല്ലാം വലിയ ബുദ്ധിമാന്മാരാണ്. നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? അതായത് ഡാർവിൻ്റെ സിദ്ധാന്തപ്രകാരം താഴെ ജലത്തിൽ നിന്നും ഇങ്ങനെ നമുക്ക് പരിണാമം സംഭവിച്ച് അവസാനം മനുഷ്യനായി മാറി. നമ്മളെക്കാൾ ബുദ്ധിയുള്ള ഒരു വർഗം ഈ ഭൂമിയിലുണ്ടെങ്കിൽ നമ്മളെയൊക്കെ പോയി തോലുരിച്ച് കടയിൽ തൂക്കിയിട്ടുണ്ടാവും, നമ്മളെ പിടിച്ച് കറി വയ്ക്കാനായിട്ട്. അത് നമ്മളാരും മനസ്സിലാക്കിയിട്ടൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ ജീവിക്കുന്ന ഒരു വയസ്സും ഒരു 60 വയസ്സ് വരെ ജനിക്കുന്ന ഒരു കുട്ടി 60 വയസ്സ് വരെ ജീവിക്കുമെന്ന് വിചാരിക്കാം. 20 വയസ്സ് 22 വയസ്സ് വരെ വിദ്യാഭ്യാസം. ബാക്കിയുള്ള 38 വർഷം നമ്മൾ സൗഹൃദത്തോടെയും സാഹോദര്യത്തോടെയും സന്തോഷത്തോടു കൂടിയും ജീവിക്കുന്നതിനേക്കാൾ വലിയ സ്വർഗമൊന്നും മറ്റെവിടെയും കിട്ടാനില്ല. അല്ലാതെ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇന്ന സ്ഥലത്ത് പോകും, അവിടെ എനിക്കായി രമ്പത്തിലോത്തമ്മമാർ കുറേ പേരുണ്ടാവും എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളൊന്നും വിശ്വസിക്കാത്ത ആളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ നിരീശ്വരവാദിയൊന്നുമല്ല. ഞാൻ അല്പസ്വല്പം അമ്പലത്തിലൊക്കെ പോകാറുണ്ട്, ഞാനും ഭാര്യയൊക്കെ പോകാറുണ്ട്. പക്ഷേ നമ്മൾ ജീവിക്കുന്നത് ഈ ലോകത്താണ്. അപ്പോൾ അതുകൊണ്ട് സ്വർഗവും നരകവും നമ്മുടെ ഈ ലോകത്ത് തന്നെയാണുള്ളത്. എനിക്ക് എം.എ. യൂസഫ് അലി സാറിനെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അദ്ദേഹത്തെ ദൈവത്തെ പോലെ കണക്കാക്കും. എന്തുകൊണ്ടറിയും? അദ്ദേഹം ഒരു 10,000 പേർക്ക് ജോലി കൊടുത്തിട്ടുണ്ട്. മോളിൽ നിന്ന് ദൈവം വന്ന് ആർക്കും ജോലിയൊന്നും തരുന്നില്ല. ഒരു കുടുംബത്തിൻ്റെ ദാരിദ്ര്യം മാറ്റാനായിട്ട് ഒരു ജോലി ഒരാൾക്ക് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഒരു പെണ്ണിൻ്റെ കണ്ണീര് തുടയ്ക്കുന്നു. ആ സമയത്ത് അയാളാണ് ദൈവം. അല്ലാതെ നമ്മൾ കാണാത്തൊരു ദൈവത്തെ പറ്റി അന്ധവിശ്വാസങ്ങൾ പുലർത്തുന്നതിലോ, അല്ലെങ്കിൽ നീ ഇന്ന വസ്ത്രം ധരിക്കണം, അല്ലെങ്കിൽ നീ ഇന്ന ഇറച്ചി കഴിക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞു, മനുഷ്യൻ്റെ ഇറച്ചി ഒഴിക്കാൻ നമുക്ക് എല്ലാ ഇറച്ചിയും കഴിക്കാം. അതിൽ പ്രത്യേകിച്ച് തർക്കങ്ങളൊന്നുമില്ല. ഞങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളത് എങ്ങനെ അറിയാം? ഒരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ വിപ്ലവകാരിയായിട്ട് ജനിക്കണമെന്ന്. കാരണം ഒരു 20-22 വയസ്സ് വരെയൊക്കെ വിപ്ലവകാരിയായിട്ട് ഒരാൾ ജനിക്കുകയാണെങ്കിൽ സമൂഹത്തിലുണ്ടാകുന്ന ഈ തിന്മകൾക്കെതിരെയൊക്കെ അവർക്ക് പോരാടാനുള്ള ഒരു എനർജി ഉണ്ടാവും. നമ്മൾ ആദ്യം തൊട്ട് തന്നെ ഇങ്ങനെ അടക്കി പിള്ളേരെ വെക്കുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം. നിങ്ങൾ ഈ ലിബിയൻ മുൻ ഏകാധിപതി മുഅമ്മർ ഗദ്ദാഫി എന്ന് പറഞ്ഞ ആളുണ്ടായിരുന്നു. 22 വർഷത്തോളം അത്രയും വധഭീഷണിയുള്ള ആ ആളുടെ സെക്യൂരിറ്റി നോക്കിയിരുന്ന ആമസോൺ ബ്രിഗേഡ് എന്ന് പറഞ്ഞ് ലിബിയയിലെ പെണ്ണുങ്ങളുടെ 42 പേരുള്ളൊരു ടീമാണ്. അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള ഇത്രയും തീവ്രമായിട്ടുള്ള സെക്യൂരിറ്റി ഗാർഡ്സ്, ലോകത്തിലെ നമ്പർ 1 ഇസ്രായേലിൻ്റെ മൊസദിനേക്കാൾ ശക്തിയുള്ള ഒരു സെക്യൂരിറ്റി ഗാർഡ്സുള്ള ആളായിരുന്നു മുഅമ്മർ ഗദ്ദാഫി. അയാളെ സംരക്ഷിച്ചതും സ്ത്രീകളാണ്. പക്ഷെ നമ്മൾ കാണുന്നതും കേൾക്കുന്നതും ഇന്ത്യ മഹാരാജ്യത്ത് മാത്രം അങ്ങനെയല്ല. സ്ത്രീകൾ പുറത്തിറങ്ങരുത്, ഇന്ന വേഷം ധരിക്കരുത്, ഇന്ന വേഷം ധരിക്കണം എന്നൊക്കെ പറയുന്ന ആൾക്കാർ. അതുകൂടാതെ ഞാൻ തുറന്ന് കുറച്ച് സംസാരിക്കുന്ന ആളാണ്. പലർക്കും അത് ഇഷ്ടപ്പെട്ടൊന്നും വരികയൊന്നുമില്ല. എന്നാലും സത്യമാണല്ലോ. അതുകൂടാതെ നമ്മൾ ഇപ്പോൾ സ്കൂളിലേക്ക് പോകുന്നു. പഴയ നമ്മുടെ ഒരു 90s മുമ്പുള്ള കാലമൊന്നുമില്ല. നിങ്ങൾ നോക്കിയാൽ ഒരു ഗ്രൂപ്പിൽപ്പെട്ട കുട്ടികൾ ഒരുമിച്ച് പോകുന്നു, കുറച്ച് കുട്ടികൾ മാറി നടക്കുന്നു. മിങ്കിൾ ചെയ്ത് പോകുന്ന കുട്ടികൾ തന്നെ വളരെ കുറവാണ്. ഇത് ഞാൻ പറഞ്ഞതൊന്നുമല്ല. നിങ്ങൾ എപ്പോഴെങ്കിലും ഏത് സ്കൂളിനടുത്തേക്കോ മണ്ണാർക്കാട് ഭാഗത്തേക്കോ പാലക്കാടോ ആലത്തൂർ എവിടെയാണെങ്കിലും നോക്കിക്കോളൂ. അപ്പോൾ മതം നമ്മുടെ കുട്ടികൾക്കിടയിൽ ഉണ്ടാക്കുന്ന
എത്ര പ്രശ്നങ്ങൾ എന്ന് നമ്മൾ സ്വയം മനസ്സിലാക്കിയില്ലെങ്കിൽ, നേരത്തെ നമ്മുടെ സ്വാഗത പ്രാസംഗികൻ പറഞ്ഞ പോലെ കുറേ കഴിയുമ്പോൾ ഈ സൗഹൃദ കൂട്ടായ്മകൾ കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല, ഒരു ചായ കുടിച്ച് പിരിഞ്ഞു പോകാമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ശ്രീനാരായണ ഗുരു പറഞ്ഞത് എന്താണ്? നിന്റെ കൂട്ടുകാരൻ്റെ ജാതിയോ മതമോ നീ ഒരിക്കലും ചോദിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട്, നിന്റെ തലച്ചോറ് എന്ന് മതം കൂടുതലായി തിന്നുന്നു ആ സമയത്ത് നിനക്കൊരു സൈക്യാട്രിസ്റ്റിന്, അതായത് ഭ്രാന്ത് ഡോക്ടറെ കാണാനുള്ള സമയമായിട്ടുണ്ട് എന്ന്. അപ്പോൾ ഇത്തരം സൗഹൃദ വേദികൾ കൂടുതൽ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവുകയും പരസ്പരം ജാതി മത വിദ്വേഷങ്ങൾക്കെതിരായി പരസ്പരം സ്നേഹത്തോടെ വർത്തിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായാൽ നമ്മുടെ ഇന്ത്യയിൽ കുറച്ചു കാലം കൂടി നമുക്ക് സമാധാനത്തോടെ ജീവിക്കാം. നമ്മൾ പലരും നമ്മുടെ അയൽ രാജ്യങ്ങളിൽ ഉണ്ടാവുന്നതും മറ്റ് ഭൂഖണ്ഡങ്ങളിലെ രാജ്യങ്ങളിൽ ഉണ്ടാവുന്നതും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു കഥ ഞാൻ പറയാം. കഥയല്ല, ഞാൻ 10ാം ക്ലാസ്സിൽ ഹിന്ദി പഠിക്കുമ്പോൾ പഠിച്ചിട്ടുള്ള ഒരു പാഠമാണ്. ഒരു ഭയങ്കരനായ ഒരു പൂജാരി ഉണ്ടായിരുന്നു. നിങ്ങൾ ആ സമയത്ത്, അതായത് ഒരു 87, 88 10ാം ക്ലാസ്സുകാർ പഠിച്ച എല്ലാവരും ആ ഹിന്ദി പുസ്തകത്തിലെ കഥ കേട്ടിട്ടുണ്ടാവും. ഒരു നല്ല ഒരു പൂജാരി ഉണ്ടായിരുന്നു. അയാൾ ഏത് സമയം നോക്കിയാലും പൂജയാണ്. അപ്പോൾ അടുത്ത വീട്ടിലൊരു പയ്യൻ, ഒരു കുട്ടി പരീക്ഷ സമയം അയാൾ പോയി പറഞ്ഞു, സ്വാമി ഈ പൂജാരിയൊന്നും നടക്കല്ലേ, എനിക്ക് പരീക്ഷ സമയമാണ്, ഒന്നും ചെയ്യല്ലേ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, നീ ദൈവത്തിനെ വിചാരിച്ചാൽ മതി, നീ പാസ്സായിക്കോളും പറഞ്ഞ് ഇയാൾ സ്ഥിരം പൂജ കഴിഞ്ഞു. റിസൾട്ട് വന്ന് ഈ പയ്യൻ തോറ്റുപോയി. കുറേ കാലം കഴിഞ്ഞ് ഈ സ്വാമിയും മരിച്ചു. നേരെ സ്വർഗത്തിലേക്ക് പോയപ്പോൾ ഇയാളെ സ്വർഗത്തിലേക്ക് തടസ്സം ചെയ്ത് കുറേ ആൾക്കാർ നിൽപ്പുണ്ട്. അവരോട് ചോദിച്ചു, ഈ ദിവസത്തിൽ 20 മണിക്കൂറും ഇങ്ങനെ ഭഗവാനെ പൂജിച്ചിട്ട് എനിക്ക് നരകത്തിലേക്കാണല്ലോ, എന്താ വിടാത്ത ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത്, മര്യാദയ്ക്ക് ഒരു പയ്യൻ പഠിച്ചുകൊണ്ടിരുന്നു, നിന്റെ ഈ സ്വാമി ഭക്തി കാരണം അവൻ അവിടെ ആത്മഹത്യ ചെയ്യേണ്ടി വന്നു, നിനക്ക് നരകം തന്നെയാണ് നല്ലത്. ഇപ്പോൾ പ്രാർത്ഥനകൾക്കും കാര്യങ്ങൾക്കും നമ്മുടെ ജീവിതത്തിൽ ഒരു ലിമിറ്റ് ഉണ്ട്. നമ്മൾ സ്വന്തം അധ്വാനിച്ച് സ്വയം മുന്നോട്ട് പോയാൽ മാത്രമേ എല്ലാവർക്കും ഒരു രക്ഷയുള്ളൂ. ഞാൻ വേദിയിൽ ആൾക്കാർ ഒരുപാട് എന്നേക്കാൾ വിവരമുള്ള കുറേ ആൾക്കാർ മതത്തിനെ കുറിച്ച് ധരിക്കുന്ന ധാരാളം പഠിച്ചിട്ടുള്ളതും കേട്ടറിവുള്ളതും പ്രസംഗിച്ചിട്ടുള്ള ആൾക്കാർ നിറയുന്നുണ്ട്. നമ്മൾ ഒരു വർഷം ഒരു പുസ്തകം പഠിക്കും. സ്കൂൾ 1ാം ക്ലാസ്സിൽ ഒരു പുസ്തകം, 2ാം ക്ലാസ്സിൽ വരുമ്പോൾ സബ്ജക്റ്റ് മാറുന്നു, 3ാം ക്ലാസ്സിൽ വരുമ്പോൾ സബ്ജക്റ്റ് മാറുന്നു, 4ാം ക്ലാസ്സിൽ വരുമ്പോൾ പറഞ്ഞു. അതുപോലെ ഡിഗ്രി, പ്രീ ഡിഗ്രി, +2, ഡിഗ്രി, PG ഇതനുസരിച്ച് നമ്മുടെ പാഠ്യപദ്ധതികൾ മാറിക്കൊണ്ടേയിരിക്കും. ഒരൊറ്റ സംശയം എനിക്കുള്ളൂ, ചെറുപ്പകാലം തൊട്ട് വയസ്സാകാവുന്നവരെ എല്ലാ മതക്കാരും അവനവൻ്റെ പുസ്തകം പഠിച്ചിട്ട് ഈ ചെറുപ്പക്കാർ നന്നാവാത്തത് എന്താണെന്ന് എല്ലാവരും ഒന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ നമ്മൾ എന്നോ നന്നായേനെ. അപ്പോൾ അതുകൊണ്ട് ജാതിമത ചിന്തകൾക്ക് അതീതമായി സഹോദരനാണ്, സാഹോദര്യമാണ് ഏറ്റവും വലുതെന്ന് ചിന്തിക്കുന്നവർക്ക് മാത്രമേ ഈ രാജ്യത്ത് നിലനിൽപ്പുള്ളൂ. നമ്മുടെ രാജ്യം 148 കോടി ജനങ്ങളുള്ളതാണ്. അതിൽ കാറ്റഗറി തിരിച്ച് സെൻസസും കാര്യങ്ങളൊക്കെ നടത്തിയാൽ ഓരോ സമുദായവും എത്രത്തോളം ശതമാനമുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ എൻ്റെ മതം വലുതാവണം, അല്ലെങ്കിൽ എൻ്റെ മതമാണ് വലുത്. ഈ 60 വയസ്സ് 40 വയസ്സ് നമ്മൾ ജീവിക്കുന്നതിനിടയിൽ മതവും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ജീവിക്കുന്നത് വെറും വ്യർത്ഥമാണെന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൂടാതെ നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും, ഒരു ഏറ്റവും സമുദായത്തിൽ ഉന്നതനായ ഒരു വ്യക്തി അയാളുടെ കുടുംബക്കാരോട് ആലോചിക്കുമ്പോൾ, എൻ്റെ മതമല്ലേ ശരി, ഇപ്പം ഞാൻ ഹിന്ദുവാണ്, എൻ്റെ മകൾക്ക് ഞാനൊരു കല്യാണാലോചന നടത്തുകയാണെങ്കിൽ എൻ്റെ മതത്തിൽപ്പെട്ട ഏറ്റവും താഴെയുള്ള ആർക്കെങ്കിലും കൊടുക്കണമെന്ന് വിചാരിക്കാം? ഒന്നും വിചാരിക്കില്ല. അപ്പം നമ്മൾ വിചാരിക്കും, അപ്പം പയ്യനൊരു ഡോക്ടറായിരിക്കണം, ഉയർന്ന ഒരാൾക്ക് കെട്ടിക്കൊടുക്കണം, നല്ല രീതിയിൽ ജീവിക്കണം. അപ്പോൾ ഈ ജാതി മതവും എല്ലാം നമ്മുടെ കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് പലരും ഉപയോഗപ്പെടുത്തുന്നത്. അത് ആദ്യമായി ഉപയോഗപ്പെടുത്തുന്നതെന്ന് നിങ്ങൾക്കറിയില്ല, 1905 ബംഗാൾ വിഭജിച്ച സമയത്ത് കഴ്സൺ പ്രഭു ആദ്യമായി വിജയകരമായി നടപ്പിലാക്കിയതായിരുന്നു ബംഗാൾ വിഭജനം. അതായത് മുസ്ലിംസ് ഇപ്പോഴത്തെ ബംഗ്ലാദേശിലും ഹിന്ദുസ് ബംഗാളിലും. അന്ന് അവർ ചെയ്ത കാര്യം ഇപ്പോൾ പലരും പല രീതിയിൽ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് വിവരമില്ലാത്ത നമ്മളെപ്പോലുള്ള കുറേ ആൾക്കാർ അങ്ങ് നോക്കിക്കൊണ്ടിരിക്കുന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ച ഇവിടെ ഒരു ഹോസ്പിറ്റൽ, അഹല്യ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് ഒരു 19 വയസ്സുള്ള ഒരു പയ്യൻ, അത്ലറ്റൊക്കെയാണ്, വരുമ്പോൾ അവിടെ വന്ന് ഞാനും വൈഫൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ അമ്മയോട് എൻ്റെ ഭാര്യ സംസാരിച്ചു, മകൻ എന്താ വന്നിരിക്കുന്നത്, ഇത്ര ചെറിയ കുട്ടിയല്ലേ, നല്ല ഹൈറ്റൊക്കെ ഉണ്ട്, 6 അടി വരുന്നുണ്ട്, എന്താ വന്നിരിക്കുന്നത് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, മകന് ഭയങ്കര ടെൻഷനാണ്, അവനെന്ത് പറഞ്ഞാലും കേൾക്കുന്നില്ല, അവനൊന്നും മനസ്സിലാവുന്നില്ല. നമ്മളൊക്കെ 50 വയസ്സ് കഴിഞ്ഞിട്ട് നമുക്ക് യാതൊരു ടെൻഷനും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മുടെ ജീവിത രീതികളും കാര്യങ്ങളും അങ്ങനെയുള്ളതാണ് നമുക്ക് ടെൻഷൻ ഇല്ലാത്തത്. ഒരു 19 വയസ്സുകാരനായ ഒരു പയ്യന് അടുത്ത ആഴ്ച ഒരു അത്ലറ്റ് മീറ്റിന് പോകുന്നതിന് മുമ്പ് അയാൾക്ക് ടെൻഷൻ സഹിക്കാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് ആങ്സൈറ്റി ഡിസോർഡറിന് ഒരു ഡോക്ടറെ കാണിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ തലമുറയുടെ പോക്കെത്രയാണെന്ന് നമുക്കറിയാലോ. അപ്പം അതുകൊണ്ട് എല്ലാവരും ഏകോദര സഹോദരമായി ജീവിക്കുന്നതിനോടൊപ്പം തന്നെ ഇവിടെ എല്ലാവർക്കും വ്യക്തമായിട്ടറിയാം, ഉത്തരേന്ത്യയിലേക്കൊന്നും നമ്മൾ നോക്കണ്ട. നമ്മുടെ ഇവിടെ ഉത്തരേന്ത്യയേക്കാൾ ഏറ്റവും മോശമാണ് കേരളം. ജാതി ജടിലമായ ഒരു ക്രിമിനൽ മൈൻഡാണ് മലയാളികൾ 90% പേർക്കും. എൻ്റെ ജാതിയാണ് വലുത്, നിൻ്റെ ജാതിയാണ് വലുതെന്ന് വിചാരിക്കുന്നവരാണ് ഏറ്റവും കൂടുതലുള്ളത്. വിവേകാനന്ദൻ അവർ 100 വർഷം മുമ്പ് പറഞ്ഞു കേരളം ഭ്രാന്താലയമാണ്. ആ ഭ്രാന്താലയത്തിൽ നിന്ന് ഇപ്പോഴും വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. എല്ലാവർക്കും വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ഒരു ജാതിക്ക് ഒരു വാട്സപ്പ് ഗ്രൂപ്പ്, മതത്തിനൊരു വാട്സപ്പ് ഗ്രൂപ്പ്, പിന്നെ പൊതുവായ ഒരു ഗ്രൂപ്പ്. ആ വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ പലതും ഞാൻ കണ്ടിട്ടുള്ളതാണ്. അതിൽ പലതും പറയുന്നത്
ഒരു മതത്തെ കുറ്റപ്പെടുത്തല്ല, ജാതിയിൽ തന്നെ ഹിന്ദുയിസത്തിലെ ജാതിയിൽ ഓരോ ജാതിക്കുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ അവർ പരസ്പരം പറയുന്ന ഘട്ടത്തിൽ നമുക്ക് നാണക്കേട് വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതേപോലെ ഓരോ പരിപാടികൾ നടത്തി ഇതുകൊണ്ടൊക്കെ വിജയിച്ച് സമൂഹത്തിൽ സൗഹൃദം വരികയാണെങ്കിൽ അത് വളരെ നന്നായിരിക്കും. കൂടുതലായിട്ടൊന്നും പറയല. ഞാൻ പറഞ്ഞത് ഇവിടെ 90% പേർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായില്ല. പക്ഷേ ഈ സത്യം എന്ന് പറയുന്നത് കുറച്ച് കയ്പം നിറഞ്ഞ കാൾ മാർക്സ് എന്ന് പറഞ്ഞ മാർക്സിസ്റ്റ് സൈദ്ധാന്തികൻ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, അധ്വാനിക്കുന്ന 2 കൈകൾ തന്നിട്ടുണ്ട് നമുക്ക്, ഭക്ഷണം കഴിക്കാനായിട്ട് ഒരു വായ മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അധ്വാനിക്കുന്നവൻ്റെ കൂടെയാണ് എന്നും ദൈവം നിൽക്കുക. അല്ലാതെ ദൈവം ഒരു ദിവസം പൊട്ടിമുളച്ച് നീ ഒരു ദിവസം 23 മണിക്കൂറും ദൈവത്തെ പൂജ ചെയ്തുകൊണ്ട് ദൈവം വരില്ല. ആരാണോ അധ്വാനിക്കുന്നത് അവൻ്റെ പോണ് ഭാഗ്യം നിലനിൽക്കും. ദൈവം എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് എനർജിയാണ്. അമ്പലത്തിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ആൾക്കാർ ചർച്ചിലെ മോസ്കിലേക്ക് അല്ലെങ്കിൽ ഒരു നിശബ്ദമായ സ്ഥലത്തേക്ക് പോകുന്നു, പ്രാർത്ഥനയിൽ ഏർപ്പെടുന്നു. അവിടെ പോകുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ്. നമ്മളെ കേൾക്കാൻ ഒരാളുണ്ട്, എൻ്റെ പ്രാർത്ഥന ഒരാൾ കേൾക്കുന്നുണ്ട് എന്നുള്ള ഒരു പോസിറ്റീവ് എനർജിയാണ്. ആ പോസിറ്റീവ് എനർജി നമ്മൾക്കുള്ളിൽ നിറയുന്നത് കൊണ്ടാണ് നമുക്ക് വരുന്ന പ്രശ്നങ്ങൾ എതിരിടാനുള്ള ഒരു പവർ കിട്ടുന്നത്. അതിലിപ്പോൾ ജാതി മതമൊന്നുമില്ല. നമ്മൾ കണ്ടിട്ടില്ലേ, ചില അമ്പലത്തിൽ പോയാൽ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല, ചില പള്ളിയിൽ പോയാൽ പള്ളിക്ക് പിന്നെ കയറ്റൂല. ആകെ പറയുന്നത് ക്രിസ്ത്യാനികൾക്ക് അവിടെ ആര് പോയാലും ഒരു കുഴപ്പമില്ല അവർക്ക്. അപ്പം ഞാൻ മനസ്സിലായത് ക്രിസ്ത്യാനിക്കൊരു ദൈവം, ഹിന്ദുക്കൾക്കൊരു ദൈവം, മുസ്ലിങ്ങൾക്കൊരു ദൈവം, അങ്ങനെ ദൈവമാണെങ്കിൽ അത് ദൈവം അല്ലല്ലോ. മനുഷ്യനെ ജാതി മതങ്ങളാക്കി തിരിച്ച് അതിൻ്റേതായ കണ്ണിൽ ഒരു സർവ്വശക്തൻ കാണുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളതിന് ദൈവം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് കാര്യം? ദൈവം എന്ന് പറയുന്നത് എല്ലാവരിലും സ്നേഹവും ഭക്തിയും നമുക്കൊരു പോസിറ്റീവ് എനർജി നിറയ്ക്കുന്നവരാണ് നമ്മൾ ദൈവം എന്ന് പറയുന്നത്. അത് നമ്മൾ പല രൂപങ്ങളിൽ പല രീതിയിൽ നമ്മൾ ആരാധിക്കുന്നു. നമ്മുടെ പ്രശ്നങ്ങൾ നമുക്ക് എതിർത്ത്, പ്രശ്നങ്ങൾ വരുമ്പോൾ അത് എതിർത്ത് തോൽപ്പിക്കാനും ഉള്ള കഴിവ് നമുക്കുണ്ടാകുന്നു. ഇപ്പോൾ നമ്മൾ കണ്ടിട്ടില്ല, ഒരു 12 വയസ്സായ ഒരു പയ്യൻ ഒരു 3 മാസം മുമ്പ് അമ്മ മൊബൈൽ വാങ്ങിച്ചു വെച്ചാണ്. അമ്മ പോയിട്ട് അക്ഷയയിൽ പോയിട്ട് അമ്മ തിരിച്ചു വരുമ്പോഴേക്കും പയ്യൻ കെട്ടി തൂങ്ങി മരിച്ചു. ഒരു മൊബൈൽ ഒരു കുറച്ച് നേരത്തേക്ക് അമ്മ വാങ്ങിച്ചു വെച്ചപ്പോൾ അവന് അത് സഹിക്കാനുള്ളൊരു മനസ്സില്ല. നിങ്ങളെല്ലാം വീട്ടിൽ പോയിട്ട് ഒരു 2 മണിക്കൂർ നേരത്തേക്ക് നിങ്ങളുടെ മൊബൈൽ ഒന്ന് ഓഫ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് നോക്കൂ. നമുക്കറിയാം മൊബൈൽ അഡിക്ഷൻ എത്രയുണ്ടെന്ന്. ഓസ്ട്രേലിയ അടുത്തിടയ്ക്ക് ഒരു നിയമം വന്നിരുന്നു. അടുത്ത 1 വർഷത്തിന് ശേഷം 18 വയസ്സിൽ താഴെയുള്ളവർക്ക് മൊബൈൽ കൊടുക്കരുതെന്ന്. സംഭവം എന്താ? ഈ സാധനമില്ലാതെ, ഈ സോഷ്യൽ മീഡിയ നോക്കാതെ, വാട്സപ്പ് നോക്കാതെ, ടെലഗ്രാം നോക്കാതെ, ഇൻസ്റ്റഗ്രാം നോക്കാതെ കുറച്ച് നേരത്തേക്ക് നമുക്ക് ഇരിക്കാൻ പറ്റില്ല. മൊബൈൽ അഡിക്ഷൻ ഒരു 2 മിനിറ്റ് കൂടുമ്പോഴേക്കും നമുക്ക് നോക്കണം, ആരെങ്കിലും വല്ല മെസ്സേജ് അയച്ചാലും ഇല്ലെങ്കിലും നമുക്ക് നോക്കണം. അപ്പം അതുകൊണ്ട് വളരുന്ന തലമുറയ്ക്ക് പുതിയ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി, നമ്മുടെ സമൂഹത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി, നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് ബോധ്യപ്പെടുത്തി. ഗാന്ധിജിയൻ നമ്മുടെ നേരത്തെ സ്വാഗത പ്രാസംഗം പറഞ്ഞ പോലെ ഗാന്ധിജി പറഞ്ഞിരുന്നു, നിന്റെ വീടിൻ്റെ ചുറ്റും നടക്കുന്ന എല്ലാ കാര്യങ്ങളും നീ ശ്രദ്ധിക്കണം, നിന്റെ ജനലിലൂടെ നീ വീക്ഷിക്കണം. പക്ഷേ നിന്റെ സ്വഭാവത്തെ വ്യതിചലിപ്പിക്കുന്ന ഒന്ന് നിന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നവരാണ്. നമ്മൾ ഈ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും നിരീക്ഷിക്കാം, പക്ഷേ ബേസിക്കലി നമ്മുടെ സ്വഭാവം മാറ്റാവുന്ന ഒരു കാര്യമാണ് സംഭവിക്കുന്നെങ്കിൽ നമ്മളതിൽ മുഖം തിരിക്കണമെന്ന് പണ്ട് പ്രിയപ്പെട്ട നമ്മുടെ മഹാത്മാഗാന്ധി തന്നെ പറഞ്ഞിട്ടുണ്ട്. കൂടുതലൊന്നും പറയാനില്ല. എനിക്കൊരവസരം തന്ന സൗഹൃദ വേദിക്ക് നന്ദി അറിയിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. ആലത്തൂർ